മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബനാന സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല മധുരമുള്ള ഒരു സ്റ്റൂ കേട്ടോ. എരിവല്ല, ഇതിന് മധുരമാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് 2 ഏത്തപ്പഴം, പിന്നെ 1-ാം പാല്, 2-ാം പാലും 3-ാം പാലും, പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3-4 ഏലക്ക ചതച്ച് വെച്ചേക്കുന്നതാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഏത്തപ്പഴം ഒന്ന് മുറിച്ചെടുക്കണേ. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു സ്വല്പം ഈ ഒരു പരുവത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. ഇത് അപ്പം, കള്ളപ്പം, പാലപ്പം, പത്തിരി അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഈ മധുരമുള്ള കാരണം. കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ വലിയവർക്കാണേലും ഉണ്ടല്ലോ മധുരമുള്ള ചില കറികൾ, അതായത് ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലർ ഈ തേങ്ങാപ്പാലിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് ചേർത്ത് ഇടിയപ്പമൊക്കെ കഴിക്കത്തില്ലേ, അപ്പോൾ അതുപോലത്തെ നല്ലൊരു ടേസ്റ്റാണ് ഇതും കേട്ടോ. അപ്പോൾ ഇത് ഈ ഏത്തപ്പഴവും കൂടെ ഇതിനകത്ത് ഇടുന്ന കാരണമേ നല്ല രുചിയാണ് ഇതിനകത്ത്. ഇതിലേക്ക് നമ്മൾ ഈ 2-ാം പാലും 3-ാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് ഈ പഞ്ചസാരയില്ലേ അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കണേ. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാൻ കേട്ടോ. ചിലർക്ക് മധുരം നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര, ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇവിടെ ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇടാം. ഇത് നോർമൽ മധുരമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള മധുരമാണ് 3 ടേബിൾ സ്പൂണ്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഏത്തപ്പഴം പൊടിഞ്ഞു പോകാതെ നോക്കണേ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന സ്റ്റൂ ആണ് ബനാന സ്റ്റൂ. നമുക്കിപ്പം ബാക്കിയുള്ള സ്റ്റൂകൾ, ഇപ്പം ചിക്കൻ സ്റ്റൂവോ വെജിറ്റബിൾ സ്റ്റൂവോ ഒക്കെ ചെയ്യുന്ന അത്രയൊന്നും ടൈം ഇതിന് വേണ്ട. ഇത് വളരെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടുവേ. ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ ഫുഡ് കൊടുത്താൽ നമുക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയില്ല ഈ ഒരു സ്റ്റൂവിൻ്റെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ളത് വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ ഫുഡ് അവർക്ക് കൊടുക്കാമെങ്കിൽ അവർക്കത് വളരെ സന്തോഷമായിരിക്കും ഇല്ലേ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കുമേ. ഇതിനകത്തോട്ട് ഈ ചതച്ച ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും കൂടെ തരും. ഇത് ഈ ഏലക്കയുടെ ഒരു ഫ്ലേവർ വരുമ്പോഴുണ്ടല്ലോ ഈ സ്റ്റൂവിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിനായിട്ടാണ് നമ്മൾ ഈ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ മധുരവും ഏലക്കയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ബനാന സ്റ്റൂ ആയിരിക്കും ഇത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ ഏത്തപ്പഴം ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റായേ. ഇത് നന്നായിട്ട് തിളച്ചു. ഇനി ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് കുക്കായാൽ മതിയേ. ഈ ഏത്തപ്പഴം നന്നായിട്ട് സോഫ്റ്റ് ആകണം, അതാണ് അതിൻ്റെ കണക്ക്. ഞാൻ ഇതുപോലൊരു സ്പൂണിൽ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് നമ്മൾ 1-ാം പാൽ വെച്ചിട്ടില്ലേ അതൊരു 2-3 സ്പൂൺ ഇതിനകത്ത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതെന്തിനാണെന്നറിയോ, കുറച്ചുകൂടെ ഒരു കുറുക്കം വേണമെങ്കിൽ. ചിലർക്ക് അധികം കുറുകിയൊന്നും ഇരിക്കണമെന്നില്ല, പക്ഷെ ചിലർക്ക് ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ അങ്ങനെ കുറുകൽ വേണമെന്നുള്ളവർക്ക് ഇതുപോലൊന്ന് തേങ്ങാപ്പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഈ കോൺഫ്ലവർ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ അപ്പത്തിൻ്റെ മാവില്ലേ അത് നല്ലൊരു 3-4 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇപ്പം നന്നായിട്ട് ഏത്തപ്പഴം വെന്തിട്ടുണ്ട്. ഈ സ്റ്റൂ ഒന്നും കൂടെ ഒന്ന് കുറുകിയിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ആദ്യം കുറുകാതെ തന്നെ എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഈ ബനാന വെന്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം 1-ാം പാല് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ തിളയ്ക്കാൻ നിൽക്കണ്ട, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതിയേ. ഈ സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ നോക്കിക്കോണേ. ഇതിലേക്ക് നമ്മൾ ഒരു സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. അന്നേരമാണ് ആ മധുരവും ഈ ചെറിയൊരു ഉപ്പിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ആ ബനാന സ്റ്റൂവിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പായസത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറുതായിട്ട് ചെറിയൊരു പിഞ്ച് സോൾട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മുടെ അടിപൊളി ബനാന സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പാലപ്പം, കള്ളപ്പം, അല്ലെങ്കിൽ പത്തിരി, ഇടിയപ്പം, ഇതിൻ്റെയൊക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും. കാരണം ഇത് ബനാനയും ആ ഒരു ഷുഗറും എല്ലാം കൂടെ ആഡ് ചെയ്തുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണിത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് നമുക്കിപ്പം കറികൾ ഉണ്ടാക്കാൻ ഇച്ചിരി ടൈം എടുക്കുമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് പോവേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.